എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് ഒരു പിൻടെക് ആയിട്ടുള്ള കുർത്തി നെക്കാണ്. അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു നെക്ക് ലൈൻ ചെയ്തു വെച്ചിട്ടുള്ളത്. ഇത്രയും വലിയൊരു നെക്ക് ലൈനാണ് ചെയ്തിട്ടുള്ളത്. ഇത് നോക്കുക, ആദ്യം ഈ തുണിയിൽ ഞാൻ രണ്ട് സൈഡിലായിട്ടും 1 ഇഞ്ച് വീതം ഗ്യാപ്പ് ഇട്ടിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ നിരത്തി രണ്ട് സൈഡിലും നമുക്ക് കാണാതെ. അതിനുശേഷം ഇതുപോലെ സ്കെയിൽ വെച്ചിട്ട് ക്രോസ് ആയിട്ട് ലൈൻ മാർക്ക് ചെയ്യാം നമ്മൾ. ഇത് ആ ക്രോസ് ലൈൻ നമുക്ക് കിട്ടുന്നത് നമുക്ക് ഒരു ഡയമണ്ട് ഷേപ്പിലുള്ള ഒരു പാറ്റേൺ കിട്ടാൻ വേണ്ടിയിട്ടാണ് നിറച്ച്. അപ്പൊ അത് ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾ എങ്ങനെയാണ് നിങ്ങൾക്ക് അതിന്റെ ഷേപ്പ് വേണ്ടതെന്നുള്ളത് ചെയ്യുന്നത് എന്നുള്ളതും നമുക്ക് ഏത് ഷേപ്പാണ് വേണ്ടത് എന്നുള്ളതും. അപ്പൊ ഇതുപോലെ ആ ഓരോ ഇഞ്ചിന്റെ മാർക്കിങ്ങിലേക്കാണ് ഞാൻ ഇതിങ്ങനെ വരച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതിൽ രണ്ട് സൈഡിൽ നമ്മൾ ക്രോസ് മാർക്കിംഗ് ആണ് ചെയ്യുന്നത്. അപ്പൊ ക്രോസ് മാർക്കിംഗ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് നമുക്ക് കിട്ടാൻ പോകുന്ന പാറ്റേൺ എങ്ങനെയാന്നുള്ളത്. അപ്പൊ ഇതിൽ കിട്ടുന്ന ഈ പാറ്റേൺ നിങ്ങൾക്ക് ഇപ്പൊ കണ്ടാൽ മനസ്സിലായിട്ടുണ്ടാവും. ഒരു ഡയമണ്ട് ഷേപ്പിലുള്ള ഒരു ഇത് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിൽ ചെയ്യുന്നത്. അപ്പൊ തുണിയുടെ നീളവും വീതിയും അനുസരിച്ച് നമുക്കത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ചും വെച്ച് നമുക്കത് ചെയ്യാം. ഇത് സ്ക്വയർ ആയിട്ട് നമുക്ക് വരച്ചെടുത്തിട്ട് തുണി തിരിച്ചു വെച്ചാൽ നമുക്ക് ഈ ഡയമണ്ട് ഷേപ്പ് കിട്ടും. പക്ഷെ തുണിയുടെ അവൈലബിലിറ്റി അനുസരിച്ച് നമുക്ക് അത് ചെയ്യേണ്ടി വരുന്നു മാത്രം. അപ്പൊ ഇതുപോലെ നിങ്ങൾ രണ്ട് സൈഡിലും ഇതുപോലെ ക്രോസ് ലൈൻ മാർക്ക് ചെയ്യുക ഫുള്ളായിട്ട്. അത് ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ആ ഗ്യാപ്പ് കറക്റ്റ് ചെയ്തിട്ട് തന്നെ മാർക്ക് ചെയ്യുക. അപ്പോഴാണ് നമുക്ക് അതിന്റെ ഫിനിഷിങ് കിട്ടുള്ളൂ. കാരണം ഇത് നമ്മളൊരു ഫോർമൽ സ്റ്റൈലിലുള്ള ഒരു കുർത്തിയാണ് ചെയ്യുന്നത്. നമ്മൾ കുർത്തിയുടെ ബോഡിയും അതുപോലെ തന്നെ ഈ നെക്കും ഒക്കെ സെയിം കളർ തന്നെയാണ് വെക്കുന്നത്. അതിനാണ് ഈ നമ്മൾ ഈ പിൻടെക് ചെയ്യുന്നത്. ഇതിപ്പോ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അറിയാം, ഇതിൽ ഫുള്ളായിട്ട് ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇതിന്റെ മുഴുവൻ ആവശ്യമില്ല, പകുതിയോളം ആവശ്യമുള്ളൂ. പക്ഷെ എനിക്ക് ഇത് രണ്ടെണ്ണം ആവശ്യമുള്ളത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യണത്. അപ്പൊ ഇതുപോലെ എന്നിട്ട് ഓരോ ലൈനിൽ നമ്മൾ മാർക്ക് ചെയ്തിട്ട് ആ ലൈൻ ഇതുപോലെ മടക്കിയതിന് ശേഷം ഇതിന്റെ എഡ്ജിൽ കൂടിയാണ് ഞാൻ ഈ തയ്ക്കുന്നത്. കറക്റ്റ് ആയിട്ട് ആ എഡ്ജ് കൂടെ തയ്ക്കുക. ഇതുണ്ട്, നമ്മൾ ഒന്ന് തയ്ച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ഫിനിഷിങ് കിട്ടും. ഈ ഒരു ഫിനിഷിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിങ്ങനെ ചെയ്യേണ്ടത്. ജസ്റ്റ് ആ എഡ്ജ് കൂടെ ഒന്ന് തയ്ച്ചു കൊടുക്കുക. അത് സെയിം കളർ നൂലിട്ട് തന്നെ ചെയ്യണം. മാച്ചിങ് നൂല് കറക്റ്റ് മാച്ചിങ് ആയിരിക്കണം. അപ്പൊ ഇതുപോലെ രണ്ട് സൈഡിലേക്ക് നമ്മൾ അത് ഫുള്ളായിട്ട് തയ്ച്ചു കൊണ്ടുവരിക. ഒരു സൈഡ് ഫുള്ളായിട്ട് ചെയ്തതിന് ശേഷം മാത്രമേ മറ്റേ സൈഡ് നമ്മൾ ക്രോസ് ചെയ്യാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ആകെ വൃത്തികേടാവും. അപ്പൊ അത് ശ്രദ്ധിക്കുക. ഒരു സൈഡ് ഫുള്ളായിട്ട് നമ്മൾ ഈ ഒരു ലൈൻ കറക്റ്റ് ആയിട്ട് ഈ അറ്റം വരെ ചെയ്തതിന് ശേഷം നമ്മൾ തിരിച്ച് ക്രോസ് സ്റ്റിച്ച് ചെയ്യുക. ഇത് കുറച്ച് ടൈം എടുത്ത് ചെയ്യേണ്ടി വരും നമുക്ക്. എന്നിരുന്നാലും ഇതിൽ നെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നെക്ക് നല്ല വൃത്തിയുള്ള ഒരു പാറ്റേൺ ആണത്. ആൾക്കാർക്ക് മെനക്കെട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് പലരും ഇത് ചെയ്യില്ല. പക്ഷെ ചെയ്ത് കഴിഞ്ഞാൽ ഒരു നല്ല സ്റ്റാൻഡേർഡ് ലുക്കാണ് നമുക്ക്. ഏറ്റവും കൂടുതൽ ഇത് ഫോർമൽ കുർത്തികൾ തന്നെയാണ് ഉപയോഗിക്കുന്നുള്ളൂ. കാഷ്വൽ കുർത്തിയിൽ ആരും ഉപയോഗിക്കുന്നില്ല. മെയിനായിട്ട് ടൈം കുറെ വേസ്റ്റ് ആവും എന്നുള്ളത് കൊണ്ടാണ്. അപ്പോ ഇതുപോലെ ഇത് നമ്മൾ ഫുള്ളായിട്ട് തയ്ക്കുക. ഇതിൽ നിങ്ങളിപ്പോ ഈ നെക്ക് പാറ്റേൺ നിങ്ങൾക്ക് കാണാം. ഈ നെക്ക് പാറ്റേണിന്റെ ഉള്ളിൽ നിന്ന് കട്ട് ചെയ്തെടുത്തിട്ടുള്ള പീസാണിത്. അപ്പൊ ഈ പീസ് ഞാൻ ഇങ്ങനെ മാറ്റി വെച്ചിട്ടുള്ള എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇതിൽ ഞാൻ ഈ വരച്ചിട്ടുള്ള ഈ ഒരു ഷേപ്പ് കണ്ടില്ലേ? അപ്പൊ ഈ ഒരു ഷേപ്പില് നമ്മളത് കട്ട് ചെയ്തെടുത്തിട്ട് അത്രയും ഭാഗമാണ് ഈ പിൻടെക്ക് വെക്കാൻ പോണത്. അപ്പൊ ഇതിന്റെ ഉള്ളിൽ ഇറക്കി വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇപ്പൊ ഈ ഷേപ്പ് ഞാൻ കട്ട് ചെയ്തെടുക്കാൻ പോവാണ് ഇവിടുന്ന്.
ഇതിൽ വേണം നമുക്ക് ആ രണ്ടാമത്തെ ഒരു നെക്ക് ചെയ്യാൻ, പിൻടക്കുള്ള ആ ഭാഗം ചെയ്യാൻ. അപ്പൊ ഇതുപോലെ നമുക്ക് ഉള്ള ഒരു ഷേപ്പാണ് കിട്ടുക. അപ്പൊ അത് കറക്റ്റ് ആയിട്ട് ചെയ്ത് നമുക്ക് അത് ചെയ്തെടുക്കാം. ഇതിപ്പോ നമുക്ക് വേണമെങ്കിൽ ഒന്നുകൂടിയും ഇത് ഇറക്കം കൂട്ടി കറക്റ്റ് ചെയ്യാം. അതിനുശേഷം നമ്മൾ ഒരു ഇഞ്ച് വീതി അല്ലെങ്കിൽ 3/4 ഇഞ്ച് വീതിയിൽ അത് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. കാരണം സെയിം നെക്ക് തന്നെ നമുക്ക് സെയിം നല്ല ഷേപ്പിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് അതിന്റെ ഉള്ളിൽ തന്നെ പീസ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതായത് രണ്ടാമത് അതിന് വേണ്ടി നമ്മൾ വേറൊരു പീസ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് ആ ഷേപ്പ് കറക്റ്റ് ആവില്ല. ഇത് നമുക്ക് ഉദ്ദേശിക്കുന്ന ഷേപ്പ് പെർഫെക്റ്റ് ആയിരിക്കും. ഇതുപോലെ ഇതിപ്പോ ഒന്നുകൂടി ഞാൻ ഡീപ്പായി കട്ട് ചെയ്താണ് ആ ഭാഗം. നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പ് അനുസരിച്ച് നമ്മളത് കട്ട് ചെയ്യുക. ഇപ്പൊ ഇത് ഇനിയിപ്പോ നമ്മള് ആ ഒരു ഇഞ്ച് വീതിയോളം കട്ട് ചെയ്തെടുക്കുകയാണ്. നമുക്ക് അത് മാത്രം ആവശ്യമുള്ളൂ, താഴത്തേക്കുള്ള പീസ് നമുക്ക് ആവശ്യമില്ല. ഇനി നമ്മൾ ഈ കട്ട് ചെയ്തെടുക്കുന്ന പീസ് വേറൊരു തുണിയിൽ അയൺ ചെയ്ത് പിടിപ്പിച്ചിട്ടാണ് അതുമേലേക്കുള്ള നെക്ക് ശരിയാക്കുന്നത്. ഇത് ഇപ്പൊ അതുപോലെ ചെയ്തെടുത്തിട്ടുള്ള ഒരു നെക്കാണിത്. വേറെ തുണിയിൽ ഒട്ടിച്ചെടുത്ത് നമ്മള് അരികു സ്റ്റിച്ച് ചെയ്തെടുത്താണിത്. അതിനുശേഷം നമ്മൾ ഇതുപോലെ ഈ പിൻ ടക്ക് ചെയ്ത ഇതിൽ കറക്റ്റ് ആയിട്ട് നമുക്ക് ആവശ്യമുള്ള ഭാഗത്ത് വെച്ച് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അത് കറക്റ്റ് ആയിട്ട് ഈ അടിച്ചു കൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ ഇതിന്റെ ആ ബാക്കിൽ നിന്ന് നമ്മൾ ഒന്ന് കറക്റ്റ് നോക്കുക ആ സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ഭാഗത്ത് കൂടെ. അത് കഴിഞ്ഞിട്ട് ഇത് കട്ട് ചെയ്ത് സാധാരണ നമ്മൾ നെക്ക് കട്ട് ചെയ്യുന്ന പോലെ കട്ട് ചെയ്തെടുത്ത് തിരിച്ച് അപ്പുറത്തേക്ക് മടക്കുക. ഇതുപോലെ ഇടയൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ഇട കട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക നൂല് കട്ടാവരുത് നമ്മൾ തയ്ച്ചിട്ടുള്ളത്. തിരിച്ച് അപ്പുറത്തേക്ക് മടക്കുക. മടക്കിയതിന് ശേഷം നമ്മൾ അതിന്റെ അരികെ ഒന്ന് തയ്ച്ചു കൊടുക്കുക ഏറ്റവും ആദ്യം. നമുക്ക് ആ ഷേപ്പ് കിട്ടി. ഇതിന്റെ അരികൊന്ന് അടിച്ചു കൊടുക്കുക നമ്മള്. ഇതിൽ നമുക്ക് പൈപ്പിംഗ് ഫിറ്റ് ചെയ്യാനുള്ളതാണ്. എന്നാലും ആദ്യം ഇതിന്റെ അരികെ ജസ്റ്റ് ഒന്ന് അടിച്ചു കൊടുക്കുക കറക്റ്റ് ആയിട്ട് ആ എഡ്ജിൽ കൂടെ തന്നെ. അപ്പോൾ ഇത് നമ്മുടെ കഴിഞ്ഞു. ഇനി നമുക്ക് ഇത് മറ്റേതിൽ അറ്റാച്ച് ചെയ്യണം. ഇത് നോക്കുക, ഈ നെക്കിൽ ഞാൻ ഇങ്ങനെ ഫെവിക്കോൾ വെച്ചിട്ടാണ് ഇത് ഒട്ടിക്കുന്നത്. ഇത് എന്തിനാണ് ചെയ്യണത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതല്ലാതെ ഈ സൈഡ് കൂടെ നമുക്ക് തയ്ക്കാം. തയ്ക്കുമ്പോൾ എന്താണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഒരു സ്റ്റിച്ചിങ് ലൈനും കൂടിയും പുറത്തേക്ക് വരും. അപ്പൊ നമ്മൾ സ്റ്റിച്ചിങ് ലൈൻ ഒഴിവാക്കുക എന്നുള്ളതാണ് നമ്മളുടെ പ്രധാനമായിട്ടുള്ള ഉദ്ദേശം. കാരണം ഒരുപാട് സ്റ്റിച്ചിങ് ഒരു നെക്കുമ്പോൾ കാണുമ്പോൾ അതൊരു വൃത്തി ഉണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് ഇത് ഇങ്ങനെ ചെയ്തെടുക്കുക. ഇങ്ങനെ ചെയ്തെടുക്കുന്നതുകൊണ്ട് വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. ഇതിന് ശേഷം ഇതിന്റെ സൈഡിൽ കൂടെ നമുക്ക് സ്റ്റിച്ചിങ് വരുന്നതുമാണ്. അപ്പൊ 2 സ്റ്റിച്ചിങ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ ചെയ്യണത്. ഇത് വലിയ നെക്കാണ്, അപ്പൊ ഇത് കറക്റ്റ് ആയിട്ട് ചെയ്യുക. അപ്പൊ ഇതിപ്പോ നമ്മള് നെക്ക് ചെയ്ത് കഴിഞ്ഞു, ഒട്ടിച്ചെടുത്ത് കഴിഞ്ഞു. ഇനി നമ്മൾ ഇതിന്റെ ഫ്രണ്ട് പാനലിൽ ഇത് വെച്ച് സ്റ്റിച്ച് ചെയ്യാണ്. അപ്പൊ ഏറ്റവും ആദ്യം നടുഭാഗം ഒന്ന് സ്റ്റിച്ച് ചെയ്യുക. അതിനുശേഷം നമ്മൾ ഇതിന്റെ ചുറ്റും കറക്റ്റ് ആയിട്ട് തയ്ച്ചുകൊണ്ട് വരിക. ഇതിൽ നിങ്ങൾ ഒരു കാര്യം കാണുണ്ടാവും, ഇതിന്റെ മുകളില്
ഈ ഒരു ക്യാൻവാസിന്റെ പീസ് ഇരിക്കുന്നത്. അത് ഞാൻ അങ്ങനെ വെച്ച് കട്ട് ചെയ്തിട്ടുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് യാതൊരു കാരണവശാലും അകന്ന് പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. ഇനി നമ്മൾ കറക്റ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്യുക. ഇതുപോലെ ഈ എഡ്ജ് കൂടെ കറക്റ്റ് ആയിട്ട് അത് സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരിക. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ നെക്ക് ചെയ്യുമ്പോൾ എപ്പോഴും ഇതുപോലെ നമുക്ക് ആവശ്യമുള്ള ഭാഗം മാത്രം കട്ട് ചെയ്തെടുത്തിട്ട് നെക്ക് ചെയ്യുക. പലരും നെക്ക് ചെയ്യുന്നത് കണ്ടുണ്ട് ഫുള്ളായിട്ട് ക്യാൻവാസ് അങ്ങനെ കട്ട് ചെയ്ത് അതിൽ വരച്ചിട്ട് ഇതുപോലെ വെച്ച് തയ്ക്കും. അത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും കറക്റ്റ് ഷേപ്പ് കിട്ടില്ല. കാരണം നമുക്ക് ആ എഡ്ജ് മടങ്ങി കിട്ടാൻ ബുദ്ധിമുട്ടാവും. അപ്പോൾ ഇത് ആ എഡ്ജ് മടങ്ങാൻ ഏറ്റവും എളുപ്പമായ മാർഗ്ഗമാണ്. കാരണം അവിടെ കറക്റ്റ് ആയിട്ട് നമ്മൾ തുണി മാത്രമാണ് മടക്കുന്നത്. മറ്റേത് തുണിയും മടക്കണം, ക്യാൻവാസും മടക്കണം. അപ്പോൾ ആകെ ബുദ്ധിമുട്ടികളാവും. അപ്പോൾ ആ ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കറക്റ്റ് ആയിട്ട് നമ്മുടെ ആവശ്യമുള്ള നെക്ക് ലൈൻ അത് ഏതാണോ അത് മാത്രം നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ട് വെച്ച് ചെയ്യുക. അപ്പോഴാണ് നമുക്ക് കറക്റ്റ് ഫിനിഷിങ് കിട്ടുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ നെക്കൊക്കെ ചെയ്തു കഴിഞ്ഞാലും ഈ ഒരു ഫിനിഷിങ് കിട്ടില്ല. ഇതുപോലെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. നിങ്ങൾ ചെയ്യുന്നത് ആ രീതിയിലാണെങ്കിൽ അതും ഒന്ന് ചെയ്തു നോക്കുക. അപ്പൊ നമുക്ക് അറിയാം അതിന്റെ ഡിഫറൻസ് എന്താണ്. ഇതിപ്പോ കഴിഞ്ഞതിന് ശേഷം നമ്മൾ നെക്ക് കട്ട് ചെയ്തെടുക്കുക. അതൊക്കെ സാധാരണ നമ്മൾ ചെയ്യുന്ന അതേ ഇതിലാണ് ചെയ്യണത്. ഇതിൽ 2-3 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കാനുള്ളത്. ഇനി ഞാനിതിൽ പൈപ്പിംഗ് അറ്റാച്ച് ചെയ്യുന്ന ഭാഗം ഒന്ന് ശ്രദ്ധിക്കുക. പൈപ്പിംഗ് അറ്റാച്ച് ചെയ്യുമ്പോൾ അറ്റാച്ച് ചെയ്യുന്ന പൈപ്പിങ്ങിന് അതുപോലെ വൃത്തി കിട്ടണമെങ്കിൽ അതിലും കുറച്ച് ടിപ്സുകളുണ്ട്. അപ്പൊ അത് എങ്ങനെയാണ് ചെയ്യേണ്ടത് നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കുക. പ്രത്യേകം ഞാൻ നിങ്ങളോട് പറയാണ്, നിങ്ങൾ വീഡിയോ ഒരു പ്രാവശ്യം കണ്ടിട്ട് വെറുതെ കുറെ സംശയങ്ങൾ എന്നോട് ചോദിച്ചിട്ട് കാര്യമില്ല. നിങ്ങളൊരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഞാൻ എല്ലാവരോടും പറയുന്നതാണ്, നിങ്ങളൊരു 3 പ്രാവശ്യമെങ്കിലും ആ വീഡിയോ കാണണം. എന്നിരുന്നാലേ നമുക്ക് അതിനെ കുറിച്ച് കറക്റ്റ് ആയിട്ടൊരു ഐഡിയ കിട്ടുള്ളൂ. അതല്ലാതെ നിങ്ങൾ ഒരു പ്രാവശ്യം കാണുമ്പോഴത്തേക്കും നിങ്ങൾക്കൊരു സംശയം വന്നോണ്ട് ഒരു കാര്യമില്ല. അപ്പോൾ നിങ്ങളുടെ സംശയം തീരണമെങ്കിൽ നിങ്ങളതൊരു 3 പ്രാവശ്യം നോക്കി കഴിഞ്ഞാൽ നിങ്ങളുടെ സംശയം തീരും. കാരണം ഇത് അത്രയും ഡീറ്റെയിൽഡ് ആയിട്ടാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതുപോലെ കറക്റ്റ് ആയിട്ട് നമ്മൾ അപ്പുറത്തെ സൈഡിലേക്ക് മടക്കുക. ഞാൻ എല്ലാ നെക്കുകളും നിങ്ങൾക്ക് വിവരിക്കുന്നത് ഇത് ഏറ്റവും ബേസിക് ആയിട്ട് അറിയാത്തവർക്കും കൂടി പഠിക്കാനുള്ള ഒരു രീതിയിലാണ് ഞാൻ ഈ ക്ലാസ്സുകൾ ചെയ്യണത്. ഇത് നോക്കി കഴിഞ്ഞാൽ നമ്മൾ ഇതിൽ ഈ കളറിലുള്ള പൈപ്പിംഗ് ആണ് അറ്റാച്ച് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞു നമ്മൾ ഫോർമൽ കുർത്തിയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മളിതിൽ ബ്രൈറ്റ് കളറുകൾ ഒന്നും തന്നെ യൂസ് ചെയ്യില്ല. ലൈറ്റ് ആയിട്ടുള്ള കളറുകൾ മാത്രമേ യൂസ് ചെയ്യുള്ളൂ. അതല്ലെങ്കിൽ ഇതിൽ ബ്ലാക്കോ മറ്റുള്ള കളറുകളോ ഏത് വേണമെങ്കിലും വയ്ക്കാം. പക്ഷെ നമ്മളത് ചെയ്യുന്നില്ല. ഇത് ഫോർമൽ സ്റ്റൈലിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അത് അങ്ങനെ തന്നെയാണ് ചെയ്യണത്. അപ്പോൾ ഇത് നോക്കുക, ഈ പൈപ്പിംഗ് അറ്റാച്ച് ചെയ്യുന്ന സമയത്ത് അതിന് മുന്നേ ഞാൻ അത് ഏറ്റവും ആദ്യം എല്ലാ ഇടയിൽ നിന്ന് കുറച്ച് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് മടങ്ങുന്നതിന് വേണ്ടിയിട്ടാണ്. ചിലർ പൈപ്പിംഗ് മടങ്ങാൻ വേണ്ടിയിട്ട് ക്രോസ് പീസ് വെട്ടിയിട്ട് അതിൽ പൈപ്പിംഗ് ചെയ്യും. പക്ഷെ അത് ചെയ്യണതും ഈ സ്ട്രൈറ്റ് പീസിൽ പൈപ്പിംഗ് ചെയ്യണതും ഒരുപാട് വ്യത്യാസമുണ്ട്. ഫിനിഷിംഗ് എപ്പോഴും സ്ട്രൈറ്റ് പീസിനാണ്. ഇത് നോക്കുക, ഇവിടെ വന്നു കഴിഞ്ഞാൽ ഞാൻ വേറെ ഒരു പൈപ്പിംഗ് പീസാണ് ഇതിൽ അറ്റാച്ച് ചെയ്യണത്. കാരണം സാധാരണ എല്ലാവരും ചെയ്യുക വലിയൊരു പൈപ്പിംഗ് എടുത്തിട്ട് അവിടെ വന്നിട്ട് അവിടെ നിന്ന് മടക്കും. പക്ഷെ ഞാനത് ചെയ്യില്ല. അത് ചെയ്യാത്തതിന്റെ ഗുണം എന്താണെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് ഇതിന്റെ സ്റ്റിച്ചിങ് കഴിയുമ്പോൾ കാണിച്ചു തരാം. ഇത് നമ്മൾ ഇവിടെ വരുമ്പോൾ ഇതുപോലെ ഈ അടുത്ത പൈപ്പിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് നേരത്തെ കട്ട് ചെയ്യണു. കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ആ മറ്റേ പൈപ്പിംഗ് നിൽക്കുന്നതിന്റെ അടിയിൽ ഇത് കയറ്റി വയ്ക്കുക. കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ഈ നെക്കിന്റെ ഷേപ്പ് കണ്ടിട്ടുണ്ടാവും. നിങ്ങളൊരു പോയിന്റ് ആയിട്ടുള്ള ഷേപ്പാണ്. അപ്പൊ നമുക്ക് ആവശ്യം അതേ ഷേപ്പിൽ തന്നെ ആ പൈപ്പിംഗ് നിൽക്കണം. അല്ലാണ്ട് അവിടെ ഒരു പൈപ്പിംഗ് മാത്രം വന്നിട്ട് അവിടെ വളഞ്ഞു നിൽക്കുന്നത് ഒരു ശരിയായ ഷേപ്പല്ല. ഏതാണോ നമ്മുടെ നെക്കിന്റെ ഷേപ്പ് അത് തന്നെയാവണം നമ്മുടെ പൈപ്പിങ്ങിന്റെ ഷേപ്പ്. അല്ലെങ്കിൽ നെക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് പൈപ്പിംഗ് ചെയ്യുമ്പോൾ നെക്കിന്റെ വൃത്തി പോകും. കാരണം നെക്ക് മാറിയിട്ട് പൈപ്പിങ്ങിന്റെ ഷേപ്പായി മാറും.
ബാക്കിയൊക്കെ നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ സാധാരണ ചെയ്തു വരിക. ഇപ്പൊ നമ്മൾ പൈപ്പിംഗ് അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞു. അതിനുശേഷം ഞാൻ ഇടയിൽ വെട്ടി കൊടുത്തിട്ടെന്ന് പറഞ്ഞു കാണാൻ നിങ്ങൾക്ക്. പക്ഷെ അത് ഒന്നും കൂടി കറക്റ്റ് ആയിട്ട് വെട്ടി കൊടുക്കുക. അപ്പൊ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കറക്റ്റ് ആയിട്ട് നമ്മുടെ കഴുത്തിൽ അമർന്നിരിക്കും, ഫിറ്റ് ആവും. ഇനി നമ്മളിത് ഇതിലും അതുപോലെ തന്നെയാണ് പൈപ്പിംഗ് അറ്റാച്ച് ചെയ്യുന്നത്. ചെറിയ നെക്കലും 2 പീസായിട്ട്. ഇതില് രണ്ടാമത്തെ ഒരു ലൈൻ കൂടി സ്റ്റിച്ച് ചെയ്യുക, പൈപ്പിംഗ് അറ്റാച്ച് ചെയ്തതിന് ശേഷം. ഇനി ഈ ഭാഗമാണ് നമ്മൾ മറ്റേ നെക്കിലേക്ക് കയറ്റുന്നത്. ഇത് നോക്കുക, നമ്മള് ഇതിന്റെ ഈ എഡ്ജ് നോക്കുക, നമുക്ക് ഇപ്പൊ കാണാം ഈ എഡ്ജിന്റെ പ്രത്യേകത. അതിന്റെ ഷാർപ്നെസ് കൊണ്ട് ആ വി ഷേപ്പ് കറക്റ്റ് ആയിട്ട് നിൽക്കുന്നത്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ 2 പീസ് അറ്റാച്ച് ചെയ്യുന്നത്. ഇത് നോക്കുക, ഈ നമ്മൾ മെയിൻ നെക്ക് ചെയ്തിട്ടുള്ളതിലും ആ ഷാർപ്നെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്, കറക്റ്റ് ആ ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ 2 പീസായിട്ട് ചെയ്യണത്. ഇനി നമ്മൾ ഇതിലേക്ക് അത് പിൻ ചെയ്ത് പിടിപ്പിക്കുക. ഇതുകൊണ്ട് ഇതിപ്പോ പിൻ ചെയ്ത് പിടിപ്പിച്ചിട്ടാണ് ഞാൻ. കറക്റ്റ് ആയിട്ട് നമ്മൾ ഇപ്പോൾ ആ പൈപ്പിംഗ് ലൈനും നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് കാണാം. അതുപോലെ തന്നെ ഈ പിൻ ടക്കിന്റെ ആ വൃത്തി ഉണ്ട് ഇപ്പൊ അങ്ങനെ വെക്കുമ്പോൾ നമുക്ക്. അപ്പോൾ ഇതിനി നമ്മൾ ഈ പൈപ്പിംഗ് ലൈന് കൂടെ ഒന്ന് തയ്ച്ച് ഇതിൽ ഫിക്സ് ചെയ്യാണ്. ഇത് കറക്റ്റ് ആയിട്ട് ആ എഡ്ജ് കൂടെ തയ്ച്ച് ഈ സൈഡിൽ നമ്മൾ ഡബിൾ ലൈൻ തയ്ക്കും. ഈ ഒരു സൈഡിൽ ഇതിന് ശേഷം നമ്മൾ ഈ ബാക്കിലുള്ള എക്സസ് ആയിട്ടുള്ളതൊക്കെ കട്ട് ചെയ്ത് കളയുക. ഈ നമുക്ക് ഇതിന്റെ സൈഡ് കൂടെ ഇതൊന്ന് കറക്റ്റ് ആയിട്ട് അടിച്ച് ഫിനിഷ് ചെയ്യുക. ശ്രദ്ധിക്കുക, എല്ലാ ഭാഗവും നമ്മൾ വളരെ പെർഫെക്റ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്യുക. നിങ്ങൾ ആരെങ്കിലും ഒക്കെ ഇതൊക്കെ ട്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ എൻ്റെ ഫേസ്ബുക്ക് പേജ് ഉണ്ട്, ഇമോഡ് കാഷ്വൽസ് എന്നുള്ളതിൽ. ആ ഫേസ്ബുക്ക് പേജിൽ നിങ്ങൾ ചെയ്തിട്ടുള്ള ഇമേജ് അല്ലെങ്കിൽ നിങ്ങൾ ചെയ്തിട്ടുള്ള ഡിസൈനിന്റെ ഫോട്ടോ ഒന്ന് മെസ്സേജ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് വളരെയധികം തൃപ്തി ഉണ്ട് ആ കാര്യത്തിൽ. നിങ്ങൾ ചെയ്തു എന്നുള്ളതിൽ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് അത് ക്ലിയർ ചെയ്ത് തരും ചെയ്യാം. സംശയങ്ങൾ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ ഫേസ്ബുക്ക് പേജിലേക്ക് വരിക, ഇമോഡ് കാഷ്വൽസിന്റെ. അതിൽ കൂടി മെസ്സേജ് ചെയ്യുക. പിന്നെ ഞാൻ പ്രത്യേകം പറയാറുണ്ട്, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യാൻ. ഇതിപ്പോ നമ്മളുടെ നെക്ക് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ ഇതിന്റെ ബാക്ക് പാനൽ കൂടി അറ്റാച്ച് ചെയ്യാണ്. ഇപ്പോൾ അറ്റാച്ച് ചെയ്തിട്ട് കാണിക്കാം. ഇതുകൊണ്ട് ഇതിപ്പോ നമ്മൾ ഇതിന്റെ ബാക്ക് പാനൽ അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഈ നെക്ക് നിങ്ങൾക്ക് ഇപ്പോൾ കണ്ടു കഴിഞ്ഞാൽ ഇതിന്റെ കറക്റ്റ് ആയിട്ടുള്ള വൃത്തി എന്താണെന്ന് മനസ്സിലാവും. പിന്നെ ഇതിന്റെ ബാക്ക് നെക്ക് ഞാൻ ചെയ്തിട്ടുണ്ട്. ബാക്ക് ഡീപ്പ് ചെയ്തിട്ടില്ല, 1.5 ഇഞ്ച് ഡീപ്പാണ് വെച്ചിട്ടുള്ളൂ. അപ്പൊ അത് കോളർ പോലെ നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇതിന്റെ ഈ ഭാഗം കണ്ടു, ഇത് കോളർ പോലെ നിൽക്കും നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.